സതേൺ റെയിൽവേ പാലക്കാട് ഡിവിഷൻ വനിതാ ദിനാഘോഷത്തിൽ ദുർഗ മാലതിയെ പങ്കെടുപ്പിച്ചു. ഹൈന്ദവ ബിംബങ്ങളെ നിരന്തരം അപമാനിക്കുകയും ദേശീയതയെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന ആക്ടിവിസ്റ്റിനെയാണ് സതേൺ റെയിൽവേ പരിപാടിയിൽ പങ്കെടുപ്പിച്ചത്. പരിപാടിയുടെ ഉദ്ഘാടകയായിരുന്നു ദുർഗ മാലതി. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, ഈ ആക്ടിവിസ്റ്റുകളെ ഇത്തരത്തിൽ പങ്കെടുപ്പിക്കുന്നതൊക്കെ റെയിൽവേ കേരളത്തിൽ ഒരു സ്ഥിരം ഏർപ്പാടാക്കി മാറ്റിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷവും സമാനമായ ഒരു അനുഭവം കൊച്ചിയിൽ ഉണ്ടായിരുന്നല്ലോ, പറയൂ. നീലിമ, തീർച്ചയായിട്ടും റെയിൽവേയുടെ ഒരു പരിപാടിക്കാണ് ഇത്തരത്തിൽ ഒരു ആക്ടിവിസ്റ്റിനെ പങ്കെടുപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ ആക്ടിവിസ്റ്റിനെ പങ്കെടുപ്പിച്ചതിനെതിരെ ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുന്ന സാഹചര്യമാണുള്ളത്. കാരണം ഈ ദുർഗ മാലതി എന്നുള്ള ആക്ടിവിസ്റ്റിനെ നമുക്കറിയാം, നിരന്തരം ഹൈന്ദവ ബിംബങ്ങളെ അപമാനിക്കുന്ന, അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒക്കെ വലിയ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്ന, ദേശീയതയെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ദുർഗ മാലതി എന്നുള്ളത്. കാരണം ഇവർ നേരത്തെ വരച്ച ചിത്രങ്ങൾ അത് വലിയ വിവാദമായിരുന്നു. കാരണം തൃശൂലത്തിൽ ലിംഗവും മറ്റുമൊക്കെ വെച്ച രീതിയിൽ വക്രീകരിച്ചുകൊണ്ട് ഹൈന്ദവ ജനതയെ ഒന്നടങ്കം ദുഃഖത്തിലാഴ്ത്തുന്ന തരത്തിൽ അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ വരച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്വാമി അയ്യപ്പനെയും അതുപോലെ തന്നെ പരമശിവനെയൊക്കെ അപമാനിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ ഇവർ വരച്ചത് അന്ന് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇവർക്ക് നേരെ വലിയ പ്രതിഷേധം ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഉയരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും ആ വ്യക്തിയെയാണ് ഇത്തരത്തിൽ റെയിൽവേ കല്യാണ മണ്ഡപത്തിൽ, അതായത് പാലക്കാട് റെയിൽവേ കല്യാണ മണ്ഡപത്തിൽ റെയിൽവേയുടെ ഈ ഒരു വനിതാ ദിന പരിപാടിയിൽ ഉദ്ഘാടകയായിട്ട് ക്ഷണിച്ചത് എന്നുള്ളതാണ്. ഇന്നലെയായിരുന്നു ആ പരിപാടി നടന്നത്. അതായത് സതേൺ റെയിൽവേ വുമൺ വെൽഫെയർ ഓർഗനൈസേഷൻ്റെ നേതൃത്വത്തിലാണ് ഈ പരിപാടി നടന്നത്. DRM-ആയ മധുകർ റോത്തും അതുപോലെ തന്നെ അവരുടെ ഭാര്യയായ ഭാവന റോത്ത് ഉൾപ്പെടെ ഈ പരിപാടിക്ക് പങ്കെടുത്തിരുന്നു. ഈ ഭാവന റോത്ത്, അതായത് DRM-ൻ്റെ ഭാര്യയായിട്ടുള്ള ഭാവന റോത്താണ് ഈ പരിപാടിക്ക് നേതൃത്വം നൽകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ പരിപാടിയിലാണ് ഇത്തരത്തിൽ ഈ ഒരു ദുർഗ മാലതിയെ പോലൊരു വ്യക്തിയെ പങ്കെടുപ്പിച്ചത് എന്നുള്ളതാണ്. ഏതായാലും അതിനെതിരെ വലിയ പ്രതിഷേധം ഉയരുന്ന സാഹചര്യമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സ്ഥാപനം, റെയിൽവേ പോലുള്ളൊരു സ്ഥാപനം, അവിടെ നടക്കുന്ന ഒരു പരിപാടി, അതിൻ്റെ പാലക്കാട് ഡിവിഷൻ സംഘടിപ്പിക്കുന്ന പരിപാടി, അതിൽ എങ്ങനെയാണ് ഇത്തരത്തിൽ ഈ ഹൈന്ദവ ബിംബങ്ങളെ അപമാനിക്കുന്ന, ദേശീയതയെ ചോദ്യം ചെയ്യുന്ന, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്ന ഒരു വ്യക്തിയൊക്കെ എങ്ങനെയാണ് ആ പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നത് എന്നുള്ളതാണ് പ്രധാന ചോദ്യമായിട്ട് ഉയരുന്നത്. ആക്ടിവിസ്റ്റുകളെ പങ്കെടുപ്പിക്കുകയാണെങ്കിൽ ജസ്ല മടശ്ശേരിയോ അല്ലെങ്കിൽ ജാമിദ ടീച്ചറെ പോലെയുള്ള ആളുകളെയൊക്കെ ഇതിൽ പങ്കെടുപ്പിക്കാൻ എന്തുകൊണ്ട് റെയിൽവേ തയ്യാറായില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് അത്തരം ആളുകളെ പരിപാടിയിൽ പങ്കെടുപ്പിച്ചില്ല തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഉയരുന്ന ഒരു സാഹചര്യവും ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ അരുൺ, ഹൈന്ദവതയെ നിരന്തരം ചോദ്യം ചെയ്യുന്ന, ആക്ഷേപിക്കുന്ന ദുർഗ മാലതിയെ സതേൺ റെയിൽവേ ഡിവിഷൻ വനിതാ ദിനാഘോഷത്തിൽ അതിഥിയായി പങ്കെടുപ്പിച്ചിരിക്കുകയാണ്. ഇത് വലിയ വിവാദമായി മാറുകയാണ്. അരുൺ ആലത്തൂരാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.